ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മാരീഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ ജേർണി എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാം. മാരീഡ് എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജി ആൻഡ് മസ്കുലൈൻ എനർജി പരസ്പരം വിവാഹം കഴിച്ചിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം ട്വിൻ ഫ്ലെയിം കപ്പിളിൻ്റെ ജേർണി. ഒരു കാര്യം മനസ്സിലാക്കുക, മാരേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്നത് 3D ലെവലിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെ സോൾ ലെവലിൽ ഇതൊന്നും ബാധകമല്ല. അപ്പോൾ ആദ്യം അൺഅവേക്കൻഡ് ആയിട്ടുള്ള ഫെമിനൈൻ എനർജിയും മസ്കുലൈൻ എനർജിയും കല്യാണം കഴിച്ചാൽ അവരുടെ ജേർണി എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഇവിടെ എല്ലാ ജേർണീസിനെയും പോലെ, എല്ലാ ട്വിൻ ഫ്ലെയിം ജേർണീസിനെ പോലെയും ഇതും വളരെയധികം ചലഞ്ചിങ് ആയിരിക്കും. കാരണം രണ്ടുപേരും അൺഅവേക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ട്രിഗേഴ്സ് കാണും. നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല കാര്യം എന്താണെന്ന്. കാരണം അത്രയധികം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയും കാണും. അറ്റ് ദ സെയിം ടൈം പ്രശ്നങ്ങളും അത്രയും ഇൻറ്റൻസ് ആയിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു കൗണ്ടർ പാർട്ട് ആദ്യം അവേക്കൻ ആവുന്നത്. അപ്പോൾ സെപ്പറേഷൻ വരാം പല ജേർണീസിലും. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ടിടത്ത് പോകാം, അല്ലെങ്കിൽ ഒരേ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആ സെപ്പറേഷനെ ഫേസ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് അവേക്കൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന ആ ഒരു ട്വിന്നിന് വളരെയധികം ചലഞ്ചിങ് ആയിരിക്കും. കാരണം അല്ലാത്തവരൊക്കെയും മേ ബി ട്വിൻ ഫ്ലെയിംസിൻ്റെ കൗണ്ടർ പാർട്സ് രണ്ടിടത്തായിരിക്കാം, കോണ്ടാക്റ്റിൽ കാണില്ല 3Dയിൽ. എന്നാൽ ഇവർ ഓൾറെഡി 3Dയിൽ ഒരിടത്ത് നിന്നുകൊണ്ട് ഈ ജേർണിയെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടും ഫെമിനൈൻ എനർജി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത കേസുകളിൽ ഒരു സെപ്പറേഷൻ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്ന പല കേസുകളും കണ്ടിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് പറഞ്ഞ പോലെ 3D ലെവലിലുള്ള ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു 3D ലെവൽ കോൺട്രാക്റ്റ് ആണ് ആക്ച്വലി. അത് ഈ ജേർണിയെ ബാധിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് ഫീൽ ചെയ്യുന്ന എല്ലാത്തരം പെയിനിലൂടെയും എല്ലാത്തരം ഡിസ്ട്രാക്ഷൻസിലൂടെയും കടന്നു പോയിട്ടാണ് ഫെമിനൈൻ എനർജി ആദ്യം അവേക്കൻ ആവുകയും പിന്നെ എനർജറ്റിക്കലി മസ്കുലൈൻ എനർജിയെ അവേക്കൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും അവേക്കൻ ആയി കഴിയുമ്പം നടക്കുന്ന ഒരു യൂണിയൻ ഉണ്ട്. അതാണ് അവരുടെ ലൈഫിലെ പെർമനൻറ്റ് യൂണിയൻ. ഇനി അടുത്തതായിട്ട് അവേക്കൻഡ് ആയി കഴിഞ്ഞിട്ട് നടക്കുന്ന വിവാഹം അല്ലെങ്കിൽ മാരേജിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ ഈ കപ്പിളിൻ്റെ ലൈഫിൽ ചാലഞ്ചസ് വരും. എന്നാൽ ഇവിടെ മസ്കുലൈൻ എനർജിയും ഫെമിനൈൻ എനർജിയും ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിലായിരിക്കും. ആദ്യം അവർ സെൽഫ് ലവിലായിരിക്കും, അത് കഴിഞ്ഞ് അവരൊരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചാലഞ്ച് വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് രണ്ടുപേരിലും കാണും, എല്ലാ തരത്തിലും കാണും. അതായത് ഇമോഷണലായിട്ട് വെൽ ബാലൻസ്ഡ് ആയിരിക്കും, ഫിയർലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന ചാലഞ്ചുകളെ അതേപടി അഭിമുഖീകരിക്കാനും അതിനെ ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പോകാനും ഇവർക്ക് സാധിക്കും. അൺഅവേക്കൻഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് കല്യാണം കഴിച്ചാലും അല്ലെങ്കിൽ അവേക്കൻ ആയി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാലും മുമ്പോട്ടാണെങ്കിലും കമ്പൈൻഡ് ആയിട്ടുള്ള സോൾ പർപ്പസ് ഒക്കെ ചെയ്യുമ്പം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് വരാം. ഇവിടെയൊക്കെയും അവർ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പോകാനുള്ള ഒരു ശക്തി അവർ ഫെമിനൈൻ എനർജി സ്പെഷ്യലായിട്ട് ചെയ്ത ഇന്നർ വർക്കിലൂടെ എനർജറ്റിക്കലി രണ്ടുപേർക്കും കാണും. അപ്പോൾ ഇതിലും പല ജേർണീസിലും, അതായത് പല ജേർണികളിലും സെപ്പറേഷൻ വന്നിട്ട് പിന്നെ ഒന്നിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള പേടിയും ഫെമിനൈൻ എനർജിക്ക് അതായത് കല്യാണം കഴിഞ്ഞ് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് അറിയുന്നവർക്കുമുണ്ട്.
അപ്പോൾ ഓൺലി തിങ് ഇന്നർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3D ലെവലിൽ യൂണിയൻ കാണും. എന്നാൽ നമ്മൾ ഒരിക്കലും യൂണിയന് വേണ്ടി ഇന്നർ വർക്ക് ചെയ്യരുത്. ഈ ജേർണി സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെയാണ്. നമ്മുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ടാണ്. അതിനായിട്ടാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതൊരു സ്പിരിച്വൽ ജേർണി ആണെന്നും മോക്ഷത്തിൻ്റെ പാതയിലാണ് നമ്മൾ പോകുന്നതെന്നും മനസ്സിലാക്കുക. എല്ലാത്തരം ഡൗട്ടിൻ്റെ എനർജീനെയും റിലീസ് ചെയ്തിട്ട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരുന്നിട്ട് നമ്മുടെ ബെസ്റ്റ് വെർഷനിൽ എത്താൻ ഇവിടെയും ഫെമിനൈൻ എനർജി പരിശ്രമിക്കേണ്ടതാണ്. എല്ലാവർക്കും തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് ഡൗട്ട്സ് ഉള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് ഡൗട്ട്സ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.